ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കലുഷിത കാലഘട്ടത്തിൽ നന്മയുള്ള മനുഷ്യരുമുണ്ടെന്ന് തെളിഞ്ഞിരിക്കുകയാണ് തന്റെ മോചനത്തിലൂടെയെന്ന ജയചന്ദ്രൻ മോഗരയുടെ വാക്കുകൾ കോഴിക്കോട്ടെ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സോഷ്യൽ മീഡിയ അടക്കം ഈ മോചനത്തിനായി പ്രയത്നിച്ചു. ഏവർക്കും ജില്ലാ വാർത്തകളുടെ അനുമോദനങ്ങൾ. പ്രധാന വാർത്തകളിലേക്ക്. സാധാരണക്കാർക്കും കർഷകർക്കും മികച്ച സേവനം ചെയ്യാൻ സഹകരണ ബാങ്കുകൾക്ക് സാധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജലവിനിയോഗം സംസ്ഥാനത്ത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണെന്ന് മന്ത്രി കെ.സി. ജോസഫ്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കുന്നമംഗലത്ത് വർണ്ണാഭമായ തുടക്കം. വിശദമായ വാർത്തകളിലേക്ക്. സാധാരണക്കാർക്കും കർഷകർക്കും മികച്ച സേവനം ചെയ്യാൻ സഹകരണ ബാങ്കുകൾക്ക് സാധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുക്കം സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ ബാങ്കുകളിൽ നിന്നും സാധാരണക്കാർക്കും കർഷകർക്കും മികച്ച സേവനം ചെയ്യാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുക്കം സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങളോളം പ്രവർത്തന പരിചയമുള്ള സഹകരണ ബാങ്കുകൾക്കാണ് ജനങ്ങളെ കൂടുതൽ സഹായിക്കുവാൻ സാധിക്കുന്നത്. ചടങ്ങിൽ ഡെപ്പോസിറ്റ് സ്വീകരണ KDC ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു. കൂടാതെ MA ഷാനവാസ് MP റെയിൽവേ റിസർവേഷൻ കൌണ്ടർ ഉദ്ഘാടനം ചെയ്തു. C മോയിൻകുട്ടി MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അപ്പുകുട്ടൻ മാസ്റ്റർ, സെക്രട്ടറി ഇൻചാർജ് EP പങ്കജാക്ഷൻ, VM ഉമ്മർ MLA, KC അബു, N സുബ്രഹ്മണ്യൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജലവിനിയോഗം സംസ്ഥാനത്ത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണെന്ന് മന്ത്രി കെ.സി. ജോസഫ്. ജലലഭ്യതയെപ്പറ്റി യാതൊരു തരത്തിലുള്ള ആശങ്കയും ഇല്ലാതിരുന്ന കാലത്താണ് മുല്ലപ്പെരിയാർ പോലുള്ള കരാറുകളിൽ നാം ഒപ്പുവെച്ചതെന്നും ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. കുന്നമംഗലം CWRDM ജലവിനിയോഗം സംബന്ധിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ.സി. ജോസഫ്. ജലലഭ്യതയെപ്പറ്റി യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ലാത്ത വിധം ജലസമ്പുഷ്ടമായിരുന്നു ഒരു കാലത്ത് കേരളമെന്ന് ഗ്രാമവികസന സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ.സി. ജോസഫ് പറഞ്ഞു. കേരളം ഒപ്പിട്ട അന്തർ സംസ്ഥാന കരാറുകളിൽ അയൽ സംസ്ഥാനങ്ങൾക്ക് പ്രാമുഖ്യം വരാനുള്ള കാരണം ഇതായിരുന്നു. മുല്ലപ്പെരിയാർ, പറമ്പിക്കുളം, ആളിയാർ പോലുള്ള കരാറുകൾ അക്കാലത്തായിരുന്നു ഒപ്പുവെച്ചത്. കാലം മാറിയപ്പോൾ മഴക്കാലത്ത് പോലും കുടിവെള്ളം ടാങ്കറുകളിലാക്കി വിതരണം ചെയ്യേണ്ട അവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നതെന്നും കെ.സി. ജോസഫ് പറഞ്ഞു. കാര്യക്ഷമമായ ജലവിനിയോഗവും സുസ്ഥിര വികസനവും യുവജന ശാക്തീകരണത്തിലൂടെ എന്ന വിഷയത്തിൽ കുന്നമംഗലം CWRDM സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളം വെള്ളത്തിന്റെ കാര്യത്തിൽ വളരെ സുഭിക്ഷമായ ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇന്ന് വളരെ വിവാദമായി മാറിയിട്ടുള്ള പല അന്തർ സംസ്ഥാന നദീജല കരാറുകളിലും കേരളം വളരെ ഉദാരമായ സമീപനം സ്വീകരിക്കുകയും കേരളത്തിന്റെ താല്പര്യത്തെക്കാൾ മറ്റ് സംസ്ഥാനങ്ങളുടെ താല്പര്യത്തിന് പ്രാമുഖ്യം നൽകുന്ന രീതിയിലുള്ള കരാറുകൾ ഉണ്ടാകാനുള്ള കാരണം തന്നെ കേരളത്തിന്റെ ഈ മേഖലയിലുള്ള ഒരു ലക്ഷൂറിയസായ പ്രവർത്തന ശൈലിയാണ്. അല്ല, ഒരിക്കലും കേരളത്തിൽ ജലത്തിന്റെ വിനിയോഗം സംബന്ധിച്ച് ഒരു പ്രയാസമുണ്ടാകുമെന്ന് ആരും മുൻകൂട്ടി കണ്ടിരുന്നില്ല. കാരണം 2 സീസണിൽ സമൃദ്ധമായി ലഭിക്കുന്ന മഴ. PT റഹീം MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ NB നരസിംഹപ്രസാദ്, പരിശീലക വിഭാഗം മേധാവി ഡോക്ടർ കമലം ജോസഫ്, ഡോക്ടർ P രാജേന്ദ്രൻ, ക്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ D ദാമോദരൻ നമ്പൂതിരി, ബാബു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ചാരുതയാർന്ന ദൃശ്യാനുഭവങ്ങൾ ഒരുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കുന്നമംഗലത്ത് വർണ്ണാഭമായ തുടക്കം.
സ്റ്റേജ് ഇതര വിഭാഗത്തിലും സ്റ്റേജ് ഇനങ്ങളിലുമായി ഏതാനും മത്സരങ്ങൾ ശനിയാഴ്ച പൂർത്തിയായി. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ പതാക ഉയർത്തിയതോടെയാണ് 55ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായത്. കേരള നടനം, കഥകളി സംഗീതം, ചവിട്ടുനാടകം, ചെണ്ടമേളം, പഞ്ചവാദ്യം തുടങ്ങിയ മത്സരങ്ങളാണ് ശനിയാഴ്ച നടന്നത്. ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, പദ്യം ചൊല്ലൽ, പ്രസംഗ മത്സരം തുടങ്ങിയവയിലും ശനിയാഴ്ച മത്സരമുണ്ടായി. കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ, AUP സ്കൂൾ, AMLP സ്കൂൾ, ബ്ലോക്ക് ഓഫീസ്, വ്യാപാര ഭവൻ, മർക്കസ് ഹൈസ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് 55ാമത് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ സജ്ജീകരിച്ചിരിക്കുന്നത്. കലോത്സവത്തിന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ പതാക ഉയർത്തി. ആദ്യ ദിനം നടന്ന ആൺകുട്ടികളുടെ കേരള നടനം ഹൈസ്കൂൾ വിഭാഗ മത്സരത്തിൽ പാറോപ്പടി സിൽവർ ഹിൽസിലെ വിഷ്ണു രാഹുൽ കെ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടി. മത്സരങ്ങൾക്ക് ഞായറാഴ്ച അവധിയായിരിക്കും. കലോത്സവ ഭാഗമായുള്ള വർണ്ണാഭമായ ഘോഷയാത്ര തിങ്കളാഴ്ച വൈകിട്ട് 4-ന് മർക്കസ് ഹയർ സെക്കൻഡറിയിൽ നിന്ന് ആരംഭിച്ച് കുന്നമംഗലം ഹയർ സെക്കൻഡറിയിൽ സമാപിക്കും. തുടർന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ മേളയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. നാടോടി നൃത്തം, തിരുവാതിരകളി, ഭരതനാട്യം, ഓട്ടംതുള്ളൽ, മോണോ ആക്ട് തുടങ്ങിയ ജനപ്രിയ ഇനങ്ങൾ തിങ്കളാഴ്ച അരങ്ങേറും. MES സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടക്കുന്ന AFMI രാജ്യാന്തര വാർഷിക സമ്മേളനവും അവാർഡ് ദാനവും ശനി ഞായർ ദിവസങ്ങളിൽ ടാഗോർ ഹാളിൽ നടക്കുന്നു. MP E അഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. MES സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന AFMI രാജ്യാന്തര വാർഷിക സമ്മേളനവും അവാർഡ് ദാനവും ശനി ഞായർ ദിവസങ്ങളിൽ ടാഗോർ ഹാളിൽ നടക്കുകയാണ്. രാവിലെ 9:30-ക്ക് E അഹമ്മദ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ലോക വിദ്യാഭ്യാസ രംഗത്തെ പുതുപ്രവണതകൾ എന്ന വിഷയത്തിൽ വിദഗ്ധർ സംസാരിച്ചു. തുടർന്ന് അവാർഡ് ദാനം നടന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മുസ്ലിം സംഘടനകളുടെ ഏകോപനമാണ് AFMI നിർവഹിക്കുന്നത്. ഇന്ത്യയിലെ പാവപ്പെട്ടവർക്കിടയിലെ നിരക്ഷരത നീക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയിൽ 500ഓളം അംഗങ്ങളാണുള്ളത്. റഹ്മാൻ നദാഗർ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. E അഹമ്മദ് MP, MK രാഘവൻ MP, MI ഷാനവാസ്, PK അഹമ്മദ്, CP കുഞ്ഞുമുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പ്രമുഖ വ്യക്തികളെ ആദരിക്കലും പുസ്തക പ്രകാശനവും ഇശൽ സന്ധ്യയും സംഘടിപ്പിക്കുന്നു. ഡിസംബർ 30-ന് കോഴിക്കോട് ടാഗോർ ഹാളിലാണ് പരിപാടികൾ നടക്കുന്നതെന്ന് ചെയർമാൻ AK ഫൈസൽ പറഞ്ഞു. മാപ്പിളപ്പാട്ട് ഗാനശാഖയ്ക്ക് പുതുനിലാവ് പകർന്നു നൽകിയ പ്രമുഖ വ്യക്തിത്വങ്ങളായ പീർ മുഹമ്മദ്, വടകര കൃഷ്ണദാസ്, M കുഞ്ഞിമുസ, റംല ബീഗം, കോഴിക്കോട് അബൂബക്കർ എന്നിവരെ ഡിസംബർ 30-ന് ചൊവ്വാഴ്ച കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ആദരിക്കും. MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ നടൻ മാമുക്കോയ മുഖ്യാതിഥിയായിരിക്കും. ഇതോടനുബന്ധിച്ച് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ പീർ മുഹമ്മദിനെ കുറിച്ച് ബഷീർ തിക്കോടി രചിച്ച് ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച കാഫ് കണ്ട ഇശൽക്കാറ്റ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം യഹിയ തളങ്കര ഷംലാലിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യും. തുടർന്ന് നടക്കുന്ന ഇശൽ സന്ധ്യയിൽ പീർ മുഹമ്മദ്, വടകര കൃഷ്ണദാസ്, M കുഞ്ഞിമുസ, റംല ബീഗം, ചാനൽ റിയാലിറ്റി ഷോ വിജയികളായ സുൽത്താൻ ബാദ്ഷാ, നസീബ് നിലമ്പൂർ, അസദ് പൂക്കോട്ടൂർ, സൽമാൻ വേങ്ങര, മെഹ്റിൻ വേങ്ങര എന്നിവർ ഗാനങ്ങൾ ആലപിക്കും. NYPC ചെയർമാൻ AK ഫൈസൽ, മെഹറൂഫ് മണലൊടി, ലിബി അക്ബർ, P അനിൽ, മിർഷാദ്, AK ഷാജി, KV സക്കീർ ഹുസൈൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്ലാനിംഗ് വകുപ്പിന് ദിശാബോധം കൊണ്ടുവരാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്രമിക്കുമെന്ന് മന്ത്രി KC ജോസഫ്. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്നിക്കൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ കേരളയുടെ 29ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്നിക്കൽ സ്റ്റാഫ് ഓർഗനൈസേഷന്റെ 29ാം സംസ്ഥാന സമ്മേളനം 27-28 തീയതികളിൽ കോഴിക്കോട് ജയ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ആസൂത്രണ ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്ലാനിംഗ് വകുപ്പിന് ദിശാബോധം കൊണ്ടുവരാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്രമിക്കുമെന്നും സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്ക് വിവരശേഖരണം നടത്തുന്നതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ വകുപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക വളർച്ചയുടെ രാജ്യം ആ നിലനിൽക്കാൻ കഴിഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമമാണ്. പദ്ധതി പ്രവർത്തനങ്ങൾ, ഈ 12 പദ്ധതികളും ആധാരമാക്കിയത് ഒരു പ്രത്യേകമായി
വിലയിരുത്തേണ്ട പേരിലാണ്. സംസ്ഥാന പ്രസിഡന്റ് എ ഉമ്മർ ഫാറൂഖ് അധ്യക്ഷം വഹിച്ചു. ജനറൽ സെക്രട്ടറി KR തങ്കജി, ടി സുബൈർ, കെ ദിനേശൻ, ശൂരനാട് ചന്ദ്രശേഖരൻ, TP വിനോദൻ, PM ഹബീബുള്ള, B ചന്ദ്രൻ, മുഹമ്മദ് അമീർ TA എന്നിവർ സംസാരിച്ചു. ആസൂത്രണത്തിലെ പുതിയ വഴികളെന്ന സെമിനാർ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. VV സുകുമാരൻ അധ്യക്ഷനായിരുന്നു. ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകളിൽ ഒരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു സ്റ്റാർ ഉണ്ട്. ഇത് തിരുവനന്തപുരത്തെ സ്റ്റാർ വിവേക്, ഇത് കോഴിക്കോട്ടെ സ്റ്റാർ നസീർ, ഇത് കോട്ടയത്തെ സ്റ്റാർ ലക്ഷ്മി, ഇത് കൊച്ചിയിലെ സ്റ്റാർ രാഹുൽ, ഇത് തൃശൂരിലെ സ്റ്റാർ ഐശ്വര്യ, ഇത് കണ്ണൂരിലെ ലിറ്റിൽ സ്റ്റാർ നേഹ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ വലിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. സ്റ്റൈൽ ആകൂ, സ്റ്റാർ ആകൂ. കല്യാൺ സിൽക്സ്. റബ്കോ ട്രേഡ് ഫെയർ 2014 കോഴിക്കോട് കോൺട്രസ് ഗ്രൗണ്ടിൽ ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ, മെത്തകൾ, സ്പ്രിംഗ് മെത്തകൾ, റബ്കോ ലൈറ്റ് വെയ്റ്റ് ചെരുപ്പുകൾ, PU ചെരുപ്പുകൾ, വിർജിൻ കോക്കനട്ട് ഓയിൽ, കരകൗശല വസ്തുക്കൾ, റബ്കോ ഉൽപ്പന്നങ്ങൾ കൂടാതെ ദിനേശ്, റെഡ്കോ, മൃഗനയനി എന്നിവയുടെ ഉൽപ്പന്നങ്ങളും. റബ്കോ ഉൽപ്പന്നങ്ങൾക്ക് 40% കിഴിവ്. മേള 2015 ജനുവരി 11 വരെ. റബ്കോ ഉൽപ്പന്നങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം. റബ്കോ ട്രേഡ് ഫെയർ 2014 കോഴിക്കോട് കോൺട്രസ് ഗ്രൗണ്ടിൽ. പ്രവേശനം സൗജന്യം. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഹോട്ടൽ ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗ്രാമവികസന സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഹോട്ടൽ ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗ്രാമവികസന സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏറെക്കാലമായി KSSPയെ ഉന്നയിച്ചു വന്ന സൗജന്യ ചികിത്സാ സഹായ പദ്ധതി സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ 10ാം ശമ്പള പരിഷ്കരണ സമിതിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് KSSPയുടെ ശക്തമായ ഇടപെടൽ മൂലമാണ്. കേന്ദ്രത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും നൽകി വരുന്നതും KSSPക്ക് ലഭിക്കേണ്ടതുമായ നിരവധി നിർദ്ദേശങ്ങളും നിയുക്ത ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ മുമ്പാകെ ശക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. സംഘടനയുമായുള്ള ചർച്ചയ്ക്ക് കമ്മീഷൻ തുടക്കം കുറിച്ചിരിക്കുകയാണ്. 5.5 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരുടെ ന്യായയുക്തമായ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പെൻഷൻകാരുടെ പ്രശ്നങ്ങളും മറ്റ് സംഘടനാ കാര്യങ്ങളുമാണ് ജില്ലാ സമ്മേളനത്തിൽ ചർച്ച ചെയ്തത്. നവതിയിലെത്തിയ പെൻഷൻകാർക്കും പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ആദരമർപ്പിക്കൽ ചടങ്ങും സമ്മേളനത്തിൽ നടന്നു. ജില്ലാ സെക്രട്ടറി V സദാനന്ദൻ, PM സുരേഷ് ബാബു, I മൂസ, K രാമചന്ദ്രൻ, PP നൌഷീർ, ബാലകൃഷ്ണൻ, MCK വീരാൻ എന്നിവർ സംസാരിച്ചു. SKSSF സമൂഹത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുന്ന സംഘടനയാണെന്ന് കേരള സാമൂഹ്യ വകുപ്പ് മന്ത്രി MK മുനീർ. SKSSF സ്ട്രെങ്തിങ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SKSSF സ്ട്രെങ്തിങ് ഫെസ്റ്റ് ഹോട്ടൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ നശീകരണമല്ല, സൃഷ്ടിപരമായി എന്തൊക്കെ ചെയ്യാമെന്ന് ചിന്തിക്കുകയാണ് SKSSF ചെയ്യുന്നതെന്നും ഇത് സമൂഹത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുന്ന ഒരു സംഘടനയാണെന്നും ഈ സംഘടന ഒരുപാട് പ്രതീക്ഷ നൽകുന്നുവെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് ശരിയെന്ന് തോന്നുന്നതിനെ എടുക്കാനും തെറ്റെന്ന് തോന്നുന്നതിനെ നിരാകരിക്കാനുമുള്ള ബുദ്ധിവൈഭവം മനുഷ്യനുണ്ട്. ചിന്താമൃതം എന്ന വിഷയം ആസ്പദമാക്കി കൽപ്പറ്റ നാരായണൻ സംസാരിച്ചു. സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. MGS നാരായണൻ, കോഴിക്കോട് അസിസ്റ്റന്റ് കലക്ടർ അബ്ദുൽ നാസർ, P അൻവർ, ഇമ്പിച്ചിക്കോയ, അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. വൈകിട്ട് അനുമോദന സമ്മേളനം നടന്നു. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷം വഹിച്ചു. കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം വെസ്റ്റ് ഹിൽ കാശിമഠം ഓഡിറ്റോറിയത്തിൽ നടന്നു. AK ശശീന്ദ്രൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം വെസ്റ്റ് ഹിൽ കാശിമഠം ഓഡിറ്റോറിയത്തിൽ നടന്നു. AK ശശീന്ദ്രൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആ പേരും നിങ്ങൾക്ക് വന്നതോടുകൂടി മറ്റ് മേഖലകളിലെ വിവിധമായ മാഹിയ പ്രവർത്തനത്തിന്റെ മുൻതലമുറക്കാരോ തുടർച്ചക്കാരോ ആയി നിങ്ങളെ സമൂഹം കാണുകയും
സമ്മേളനത്തോടനുബന്ധിച്ച് റിയൽ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ഇൻഷുറൻസ് സ്കീം കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് MT പത്മ ഉദ്ഘാടനം ചെയ്തു. വസ്തുവിൽപ്പന രംഗത്ത് ഇടനിലക്കാരായി പ്രവർത്തിച്ചു വരുന്ന അസംഘടിതരായ റിയൽ എസ്റ്റേറ്റ് തൊഴിലാളികളെ ഒന്നടങ്കം സംഘടിപ്പിച്ച് അവരുടെ അവകാശങ്ങളും മറ്റും അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. KRWC ജില്ലാ പ്രസിഡന്റ് T സഹീർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി VA കമറുദ്ദീൻ, കോഴിക്കോട് കോർപ്പറേഷൻ പ്ലാനിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T രജനി, കൌൺസിലർ CS സത്യഭാമ, TP സലീം, കോഴിക്കോട് ജില്ലാ പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് കമാൽ വരദൂർ, മുസ്ലിം ലീഗ് നോർത്ത് മണ്ഡല സെക്രട്ടറി PM കോയ, ജില്ലാ സെക്രട്ടറി PV ആലി എന്നിവർ സംസാരിച്ചു. കേരള ഗവൺമെന്റ് ആയുർവേദ നഴ്സസ് അസോസിയേഷന്റെ 27ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നടന്നു. ഭാരതീയ ചികിത്സാ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TT കൃഷ്ണകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് ആയുർവേദ നഴ്സസ് അസോസിയേഷന്റെ 27ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നടന്നു. ഭാരതീയ ചികിത്സാ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TT കൃഷ്ണകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തോടനുബന്ധിച്ച് 2013 ഏറ്റവും മികച്ച ആയുർവേദ ഡോക്ടർക്കുള്ള കേരള സർക്കാരിന്റെ ചരക അവാർഡ് ലഭിച്ച ഡോക്ടർ N സുരേഷ് കുമാർ, കേരള ശുചിത്വ മിഷൻ ക്ലീൻ ഓഫീസ് 2014 അവാർഡ് ലഭിച്ച കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ B ഷീല കാറളം, ISM ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മികച്ച പ്രൊജക്ടായി തെരഞ്ഞെടുക്കപ്പെട്ട സ്പന്ദനം കോർഡിനേറ്റർ ഡോക്ടർ N ശ്രീകുമാർ, മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള കോഴിക്കോട് ശാന്തദേവി പുരസ്കാരം ലഭിച്ച ഡോക്ടർ UC അബ്ദുള്ള എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. കൂടാതെ 2013 സർവീസിൽ നിന്ന് വിരമിച്ച അസോസിയേഷൻ അംഗങ്ങളെ ആദരിക്കുകയും SSLC +2 ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് VT മാത്തുക്കുട്ടി അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി M രഘുപ്രസാദ്, KGNA ജോയിന്റ് സെക്രട്ടറി PV രാജേഷ്, ISM അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് MK സത്യനാഥൻ, കേരള സ്റ്റേറ്റ് ആയുർവേദ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് P ഗോപിദാസ്, ജയറാം എന്നിവർ സംസാരിച്ചു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് ഫറൂഖ് മേഖലയിലെ ഓട്ടു കമ്പനി തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. ഇതിന്റെ മുന്നോടിയായി സൂചനാ പണിമുടക്ക് നടത്തി. ചെറുവണ്ണൂരിൽ നിന്നും ഫറൂഖിലേക്ക് പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. ശമ്പള വർധനവ് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഫറൂഖിലെ ഓട്ടു കമ്പനി തൊഴിലാളികൾ പണിമുടക്കി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 മുതൽ 5 വരെയായിരുന്നു സൂചനാ പണിമുടക്ക്. ചെറുവണ്ണൂരിൽ നിന്നും ഫറൂഖിലേക്ക് പ്രകടനവും പൊതുയോഗവും നടത്തി. ശമ്പള കരാർ കാലാവധി ഒക്ടോബർ 31 അവസാനിച്ചതോടെ ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് തൊഴിലാളി യൂണിയനുകൾ കഴിഞ്ഞ ഒക്ടോബറിൽ മാനേജ്മെന്റിന് നോട്ടീസ് നൽകിയിരുന്നു. 2 വർഷം ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിലും ഒരു തവണ റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ K ശ്രീശന്റെ നേതൃത്വത്തിലും മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. കളിമണ്ണ് ദൗർലഭ്യം മൂലമുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ സർക്കാർ ഉത്തരവ് വരുന്നതുവരെ ശമ്പള പരിഷ്കരണത്തിന് സാവകാശം വേണമെന്നായിരുന്നു മാനേജ്മെന്റുകളുടെ ആവശ്യം. ഇത് അംഗീകരിക്കാനാകില്ലെന്ന് യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കിയതോടെയാണ് ചർച്ച അലസിയത്. ഇനി യൂണിയനുകളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുമില്ല. ഇതോടെയാണ് സൂചനാ പണിമുടക്ക് നടത്തിയത്. ശമ്പള വർധനവിൽ ഉടൻ തീരുമാനമായില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കുൾപ്പെടെയുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്നാണ് യൂണിയൻ നേതാക്കൾ നൽകുന്ന സൂചന. സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ നടത്തിയ പൊതുയോഗത്തിൽ O ഭക്തവത്സരൻ അധ്യക്ഷം വഹിച്ചു. KC രാമചന്ദ്രൻ, P സുബ്രഹ്മണ്യൻ നായർ, നാരങ്ങയിൽ ശശിധരൻ, N സദാശിവൻ, K കുട്ടിക്കൃഷ്ണൻ, C പ്രവീൺ, മണാൽ വാസുദേവൻ എന്നിവർ സംസാരിച്ചു. നിങ്ങൾക്ക് ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ അതിഗൗരവമുള്ള ഒന്ന് തന്നെ സിമന്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ സാധനങ്ങളുടെ അന്യായ വില വർധനവിൽ പ്രതിഷേധിച്ച് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കൂട്ടധർണ നടത്തി. കോഴിക്കോട് കിഡ്സൺ കോർണറിൽ നടന്ന പരിപാടിയിൽ വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധമിരമ്പി. അന്യായമായ സിമന്റ് വില വർധനവിനെതിരെ പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. കോഴിക്കോട് കിഡ്സൺ കോർണർ പരിസരത്താണ് PBCA ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടധർണ സംഘടിപ്പിച്ചത്. 300-330 രൂപയുണ്ടായിരുന്ന സിമന്റിന് ഇപ്പോൾ 370-400 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ സിമന്റിന്റെ ഉൽപാദനം കുറച്ച് കൃത്രിമക്ഷാമമുണ്ടാക്കി വലിയ തോതിൽ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്ന് സംഘടന ആരോപിച്ചു. സിമന്റ് കമ്പനികൾ ഒന്നിച്ചു നിന്ന് ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നതായും PBCA നേതൃത്വം കൂട്ടിച്ചേർത്തു. ഈ വില വർധനവിന് പുറമെ മണൽ ക്ഷാമവും വലിയ തോതിൽ തുടരുകയാണ്. ജില്ലയിൽ 3 മാസത്തേക്ക് മാത്രമാണ് മണൽ കടവുകളിൽ നിന്ന് എടുക്കാൻ അനുമതി. ഈ മേഖല മണൽ മാഫിയ കൈയടക്കിയതിന്റെ ഭാഗമായി 5 ടണ്ണുള്ള ഒരു ലോഡിന് 20,000 രൂപ വരെ ഉപഭോക്താവിന് നൽകേണ്ടിയും വരുന്നുണ്ട്. കെട്ടിട നിർമ്മാണ രംഗത്തെ ചെങ്കൽ, കരിങ്കൽ, കമ്പി, എംസാൻഡ് തുടങ്ങിയവയ്ക്കെല്ലാം ഒരു നിയന്ത്രണവുമില്ലാതെ വില വർദ്ധിക്കുകയാണ്. ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന നിയന്ത്രണമില്ലാത്ത വില വർധനവിനെതിരെ അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നും PBCA ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് P ബാബുരാജ്, ജില്ലാ സെക്രട്ടറി ഇൻചാർജ് KM ഗണേശൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടി, ജില്ലാ ട്രഷറർ അബ്ദുൾ റസാഖ് എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തയിൽ മറ്റൊരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ.
സന്തോഷം തിളങ്ങുന്നൊരാഘോഷം നിമിഷങ്ങളെല്ലാം ഉത്സവം വാഴ്വെന്നും അഴകാം ഉത്സവം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കലയുടെ കാവലാളായി 30 വർഷം സേവനം അനുഷ്ഠിച്ച കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലെ ഗാലറി അസിസ്റ്റന്റ് PM ചന്ദ്രൻ 31 വിരമിക്കും. ആർട്ട് ഗാലറി പരിസരത്ത് ചന്ദ്രേട്ടന് കോഴിക്കോട്ടെ സുഹൃത്ത് സംഘം യാത്രയയപ്പ് നൽകി. യോഗം ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്തു. 3 പതിറ്റാണ്ട് കാലം കലയുടെ കാവലാളായും കലാകാരന്മാരുടെയും കലാസ്നേഹികളുടെയും ഉറ്റ സുഹൃത്തുമായി വർത്തിച്ച ചന്ദ്രേട്ടൻ പടിയിറങ്ങുന്നു. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലെ ഗാലറി അസിസ്റ്റന്റ് PM ചന്ദ്രൻ 31 സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ഇതോടെ കോഴിക്കോട്ടെ ആർട്ട് ഗാലറിയുടെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച ഒരാളുടെ പിൻവാങ്ങലാണിത്. 1985 കോഴിക്കോട് CH ഫ്ലൈ ഓവർ ബിൽഡിംഗിലെ 51 നമ്പർ മുറിയിൽ ആർട്ട് ഗാലറി ആരംഭിച്ചത്. അന്ന് ഗാലറി നോക്കി നടത്താനായി അക്കാദമി നിർവാഹക സമിതി അംഗം PM ഗഫൂറിന്റെ ശുപാർശയിലാണ് ചന്ദ്രൻ എത്തിയത്. പിന്നീട് ചന്ദ്രൻ ആയിരക്കണക്കിന് ചിത്ര പ്രദർശനങ്ങൾക്ക് ചുമരൊരുക്കി. ആർട്ട് ഗാലറിയിൽ എത്തുമ്പോൾ ചിത്രകലയെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ കലാകാരന്മാർ നല്ല മനസ്സുള്ളവരാണെന്ന വലിയ അറിവ് അനുഭവിച്ചറിഞ്ഞുവെന്നും ചന്ദ്രൻ പറയുന്നു. PM ചന്ദ്രന് കോഴിക്കോട് സുഹൃത്ത് സംഘം യാത്രയയപ്പ് നൽകി. ആർട്ട് ഗാലറി പരിസരത്ത് ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്തു. 93 അക്കാദമി മെമ്പറായിരിക്കുമ്പോൾ 3 വർഷം ലളിതകലാ അക്കാദമി മെമ്പറായിരിക്കുമ്പോൾ രാത്രിയും പകലും ഈ മൈതാനം അക്കാദമി മുറ്റം ഏറ്റവും സജീവമാക്കിയത് എനിക്കൊരു ബലം തന്നത് ചന്ദ്രനായിരുന്നു. റീന, പോൾ കല്ലാനോട്, K പ്രഭാകരൻ, PM ചന്ദ്രൻ, R മധു, മോഹനൻ മാസ്റ്റർ, KJ തോമസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 8 മാസമായി ചെയ്ത കുറ്റമെന്തെന്നറിയാതെ മാലിദ്വീപിലെ തടവറയിൽ കഴിഞ്ഞ എഴുത്തുകാരനും അധ്യാപകനുമായ ജയചന്ദ്രൻ മൊകേരി ജയിൽ മോചിതനായി ജന്മനാട്ടിൽ തിരിച്ചെത്തി. ജന്മനാട്ടിൽ ഊഷ്മളമായ വരവേൽപ്പാണ് നാട്ടുകാർ അദ്ദേഹത്തിന് നൽകിയത്. മാലിദ്വീപിൽ തടവിൽ കഴിയുകയായിരുന്ന കോഴിക്കോട് സ്വദേശിയും അധ്യാപകനുമായ ജയചന്ദ്രൻ മൊകേരി ജയിൽ മോചിതനായി. മാലിദ്വീപ് ജയിലിൽ 264 ദിവസത്തെ തടവ് ജീവിതത്തിനൊടുവിലാണ് ജയചന്ദ്രൻ മോചിതനായി ജന്മനാട്ടിൽ തിരിച്ചെത്തിയത്. ഡിസംബർ 24 മോചിതനായ വിവരം ജയചന്ദ്രൻ അറിയുന്നത്. 25 ജയിൽ മോചിതനായ ജയചന്ദ്രൻ രാത്രി 7:30 ബംഗളൂരു വിമാനത്താവളത്തിലെത്തി. തുടർന്ന് വെള്ളിയാഴ്ച കാർ മാർഗത്തിൽ കോഴിക്കോട്ടെത്തി. അദ്ദേഹത്തെ സ്വീകരിക്കാൻ മലപ്പുറം നരിമരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാര്യ ജ്യോതിയും മകൾ കാർത്തികയും മറ്റു ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. 2007 മുതൽ ഫാഫു ഫിയാലി ദ്വീപിലെ അത്തോൾ സ്കൂളിലെ അധ്യാപകനായ ജയചന്ദ്രൻ കഴിഞ്ഞ ഏപ്രിൽ 5 കേസിലകപ്പെട്ട് തടവിലായത്. ക്ലാസ്സിലെ കുട്ടിയെ ശാസിച്ചതിനായ കുറ്റത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏപ്രിൽ 4 സ്കൂളിലെത്തിയ ജയചന്ദ്രനെ ചോദ്യം ചെയ്ത് മടങ്ങിപ്പോയ പോലീസ് ഏപ്രിൽ 5 സ്കൂളിലെത്തിയ ജയചന്ദ്രനെ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ആദ്യം 15 ദിവസം ജയചന്ദ്രനെ റിമാൻഡ് ചെയ്തു. പിന്നീട് കുട്ടിയുടെ കുടുംബവും സ്കൂളും പരാതി പിൻവലിച്ചെങ്കിലും കേസ് അപ്പോഴേക്കും വിദ്യാഭ്യാസ മന്ത്രാലയത്തിലും തുടർന്ന് ശരിയായ കോടതിയിലും എവിഡൻസ് കോടതിയിലും എത്തി. ഒരാഴ്ച ഒരു സെല്ലിൽ ഒറ്റയ്ക്കായിരുന്നു. പിന്നീട് പല കുറ്റങ്ങളും ചെയ്ത ക്രിമിനൽ തടവുകാർക്കൊപ്പമുള്ള സെല്ലിലായി. പുറം ലോകത്തെക്കുറിച്ചുള്ള യാതൊരു വിവരവും അറിയാത്ത അവസ്ഥയിലുമായിരുന്നു. ഏട്ടൻ മരിച്ച വിവരം പോലും അറിഞ്ഞിരുന്നില്ല. ജയചന്ദ്രന് വേണ്ടി മുഖ്യമന്ത്രി MP-മാർ ഉൾപ്പെടെ പൊതുപ്രവർത്തകർ നടത്തിയ കൂട്ടായ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ജയചന്ദ്രൻ മോചനം ലഭിച്ചിരിക്കുന്നത്. ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ജയചന്ദ്രന് സ്വീകരണവും വരവേൽപ്പും നടന്നു. സ്വീകരണത്തിന് ശേഷം രോഗിയായ അമ്മയെ തൊട്ടിൽപ്പാലം സഹോദരിയുടെ വീട്ടിലെത്തി ജയചന്ദ്രൻ കണ്ടു. സർട്ടിഫിക്കറ്റും മറ്റും ഇനിയും ജയചന്ദ്രന് തിരിച്ചു കിട്ടാനുണ്ട്. മാലിദ്വീപിലെ നരകജീവിതത്തെക്കുറിച്ച് വിശദീകരിച്ച ജയചന്ദ്രൻ തന്നെ 2ാം ജന്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന നല്ലവരായ നാട്ടുകാർക്കും മാധ്യമപ്രവർത്തകർക്കും കോഴിക്കോട് പ്രസ് ക്ലബ്ബ് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മനസ്സ് തുറന്ന് നന്ദി പറഞ്ഞു. ഹരിതം ബുക്സിന്റെ 15ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന 11 പുസ്തകങ്ങളിൽ 7ാമത്തേത് പ്രകാശനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ ഷൈബിൻ എഴുതിയ എഴുത്തച്ഛനും പെരുന്തച്ഛനും എന്ന പുസ്തകം മന്ത്രി MK മുനീർ പ്രകാശനം ചെയ്തു. ഹരിതം ബുക്സ് പുസ്തകോത്സവത്തിൽ ഷൈബിൻ ഷഹാന രചിച്ച എഴുത്തച്ഛനും പെരുന്തച്ഛനും എന്ന പുസ്തകം മന്ത്രി MK മുനീർ പ്രകാശനം ചെയ്തു. തമിഴ് സാഹിത്യകാരൻ തോപ്പിൽ മുഹമ്മദ് മീരാൻ ഏറ്റുവാങ്ങി. പുരുഷൻ കടലുണ്ടി ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. MTയും നഗരവും എന്ന വിഷയത്തിൽ K അജിത പ്രഭാഷണം നടത്തി. PRD മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ T വേലായുധൻ, VM ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഷൈബിൻ ഷഹാന മറുപടി പ്രസംഗം നടത്തി.
നാടകകാരൻ സുകുമാരൻ വേങ്ങേരിയുടെ നിര്യാണത്തിൽ യോഗം അനുശോചിച്ചു. പ്രതാപൻ തായട്ട് പ്രമേയം അവതരിപ്പിച്ചു. എ. സജീവൻ രചിച്ച MT നോവൽ പാഠങ്ങൾ സാഹിത്യകാരൻ C. രാധാകൃഷ്ണൻ പ്രകാശനം ചെയ്തു. VR സുധീഷ് ഏറ്റുവാങ്ങി. ഡോക്ടർ KS ജയശ്രീ അധ്യക്ഷം വഹിച്ചു. ഭാസി മലാപ്പറമ്പ്, ഡോക്ടർ അജിത് ബാബു, A. സജീവൻ എന്നിവർ സംസാരിച്ചു. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ദിവ്യജ്യോതി പ്രയാണത്തിന് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. യോഗത്തിൽ ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജാഥ അംഗങ്ങളെ പൊന്നാടയണിയിച്ചു. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ദിവ്യജ്യോതി യാത്രയ്ക്ക് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ ജ്യോതി പ്രയാണത്തിന്റെ ക്യാപ്റ്റൻ VK കുമാരനെ പൊന്നാട അണിയിച്ചു. വൈസ് പ്രസിഡന്റ് P. സുന്ദർദാസ്, ജനറൽ സെക്രട്ടറി E. അനിരുദ്ധൻ, E. സുരേഷ് ബാബു, KV അരുൺ, PV ഗംഗാധരൻ, തറമൽ പ്രസന്നകുമാർ, അനിൽകുമാർ കേലാട്ട്, കൃഷ്ണദാസ് തച്ചുംപുള്ളി, KT ജനാർദ്ദനൻ, ദിനേശ് പാണർക്കണ്ടി തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ PV ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. സ്വാമി പ്രേമാനന്ദ, സുന്ദർദാസ് പറോളി, PV ഗംഗാധരൻ, രാമനാഥൻ വേങ്ങേരി, കാശ്മീർകണ്ടി സജീവ് എന്നിവർ സംസാരിച്ചു. ഇനി ആരോഗ്യ വാർത്തകൾ. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായ അംഗീകാരമായ ഡോക്ടർ മിംസ് അവാർഡ് 2014 പ്രഖ്യാപിച്ചു. ആതുര സേവന മേഖലയിൽ നിർണായകമായ മാറ്റങ്ങൾക്കും പുരോഗതികൾക്കും ഇടപെടലുകൾക്കും നേതൃത്വം നൽകിയവർക്ക് അർഹതപ്പെട്ട അംഗീകാരവും പ്രോത്സാഹനവും നൽകുക എന്ന മിംസ് ഹോസ്പിറ്റലിന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് ഡോക്ടർ മിംസ് അവാർഡ്. കേരളത്തിന്റെ ആതുര സേവന മേഖലയിൽ നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായ അംഗീകാരമായ മിംസ് അവാർഡിന്റെ ഭാഗമായി 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് അർഹരായവർക്ക് നൽകുന്നത്. കേരളത്തിലെ ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ അവാർഡ് തുകയും ഇതുതന്നെയാണ്. തിരുവനന്തപുരം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്റർ ഡയറക്ടർ ഡോക്ടർ രാജഗോപാലാണ് ഇത്തവണത്തെ ഡോക്ടർ മിംസ് അവാർഡ്. ആരോഗ്യരംഗത്തെ മികച്ച സേവനങ്ങൾക്കുള്ള മറ്റ് അവാർഡുകൾ ഡോക്ടർ മധു അയ്യൻ, ഡോക്ടർ സുൽഫിക്കർ അലി, പ്രൊഫസർ സുനിൽ മൂത്തടം എന്നിവർക്ക് നൽകുമെന്നും ചെയർമാൻ ആസാദ് മൂപ്പൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 28 ഞായറാഴ്ച വൈകിട്ട് 8 മണിക്ക് മിംസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവാർഡുകൾ വിതരണം ചെയ്യും. വാർത്തകൾ ചുരുക്കത്തിൽ. അംബേദ്കർ ജനപരിഷത്ത് കോഴിക്കോട് ജില്ലാ സമ്മേളനം ഡിസംബർ 29, 30 തീയതികളിൽ ടൗൺ ഹാളിൽ നടക്കും. മന്ത്രി ഡോക്ടർ MK മുനീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 30 കാലത്ത് 11 മണിക്ക് കേരള ഗവർണർ ഡോക്ടർ BR അംബേദ്കർ നാഷണൽ അവാർഡ് വിതരണം നടത്തും. ഗോക്ഷേത്ര സാംസ്കാരിക സമ്മേളനം, സെമിനാർ, കലാപരിപാടികൾ, അവാർഡ് ദാനം, ആദരിക്കൽ ചടങ്ങുകൾ എന്നിവ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെക്യൂരിറ്റി ഏജൻസിക്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ സംഘടന വരുന്നു. തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾക്ക് നിയമപ്രകാരം ലഭ്യമാകേണ്ടുന്ന അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതുമായിട്ടാണ് കോഴിക്കോട് കേന്ദ്രമായി കേരള സ്റ്റേറ്റ് സെക്യൂരിറ്റി ഏജൻസി അസോസിയേഷൻ എന്ന പേരിൽ സംഘടന നിലവിൽ വന്നത്. സംസ്ഥാന പ്രസിഡന്റായി PK സഹദേവൻ, വൈസ് പ്രസിഡന്റ് S. ശ്രീനിവാസൻ നായർ, സെക്രട്ടറി റഷീദ് PK, ജോയിന്റ് സെക്രട്ടറി M. ഗോവർദ്ധൻ, ട്രഷറർ PK ശിവാനന്ദൻ എന്നിവരെയും 12 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും മുഖ്യ രക്ഷാധികാരിയായി കേണൽ RK നായരെയും തെരഞ്ഞെടുത്തു. കനത്ത വിലത്തകർച്ച കൊണ്ടും അനിയന്ത്രിതമായ റബ്ബർ ഇറക്കുമതി കൊണ്ടും കടുത്ത പ്രതിസന്ധിയിലായ റബ്ബർ കർഷകർ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു. റബ്ബർ കർഷകരുടെ കൂട്ടായ്മയായ റബ്ബർ ഉൽപാദക സഹകരണ സംഘങ്ങളാണ് സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. സമരത്തിന്റെ ആദ്യഘട്ടമായി ഡിസംബർ 30 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കോഴിക്കോട് ജില്ലയിലെ 89 റബ്ബർ ഉൽപാദക സംഘങ്ങളിൽ നിന്നുമായി കർഷകർ കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ ധർണ നടത്തുന്നു. ധർണ NFRPS ദേശീയ വൈസ് പ്രസിഡന്റ് ജോർജ് കൊട്ടാരം ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ സീനിയർ സിറ്റിസൺസ് ക്ലബ്ബ് ആരംഭിക്കുന്നു. മുതിർന്ന പൗരന്മാർക്കും മറ്റെല്ലാവരിലും ഉള്ളതുപോലെ ആഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒരു വീട് ഒരുക്കി കൊടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് MD ഡോക്ടർ PA ലളിത പറഞ്ഞു. രോഗങ്ങളെ പ്രതിരോധിക്കുവാനും വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ ഈ കൂട്ടായ്മയിലൂടെ കഴിയുമെന്നും സാരഥികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാധാരണക്കാർക്കും കർഷകർക്കും മികച്ച സേവനം ചെയ്യാൻ സഹകരണ ബാങ്കുകൾക്ക് സാധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജലവിനിയോഗം സംസ്ഥാനത്ത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണെന്ന് മന്ത്രി KC ജോസഫ്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കുന്നമംഗലത്ത് വർണ്ണാഭമായ തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.